ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന 150 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരവും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിൽ നിന്നാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത് എന്ന്? 1949. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥാപിതമായത് എന്ന്? 1949. അമ്പലപ്പുഴ പാൽപ്പായസവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്ന ഐതിഹ്യത്തിൽ പരാമർശിക്കുന്ന ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ. അമ്പലപ്പുഴ പാൽപ്പായസവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെടുന്ന ഐതിഹ്യത്തിൽ പരാമർശിക്കുന്ന ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ. ശബരിമല അയ്യപ്പൻ്റെ വാഹനം വാജിവാഹനം. കുതിരയാണ്. ശബരിമല അയ്യപ്പൻ്റെ വാഹനം വാജിവാഹനം, കുതിര. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? പത്തനംതിട്ട. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ടയിൽ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ചത് ഏത് നിയമപ്രകാരമാണ്? തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത ധർമ്മ സ്ഥാപന നിയമം 1950. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ചത് ഏത് നിയമപ്രകാരമാണ്? തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത ധർമ്മ സ്ഥാപന നിയമം 1950. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കുന്ന ദേവസ്വം എന്ന പദത്തിൻ്റെ അർത്ഥം? ദേവൻ്റെ സ്വത്ത്. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് പ്രയോഗിക്കുന്ന ദേവസ്വം എന്ന പദത്തിനർത്ഥം ദേവൻ്റെ സ്വത്ത് എന്നാണ്. ദേവസ്വം എന്താണ്? ദേവൻ്റെ സ്വത്ത്. ദേവസ്വം ദേവൻ്റെ സ്വത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്ര കലാപീഠം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്ര കലാപീഠം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്ത്. അസുരവാദ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള വാദ്യം? ചെണ്ട. അസുരവാദ്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള വാദ്യം ഏതാണ്? ചെണ്ട. ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാദ്യം ഏത്? മിഴാവ്. ചാക്യാർ കൂത്തുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? മിഴാവ്. കഥകളിയിൽ ഉപയോഗിക്കാത്ത അഭിനയ രീതി? വാചികം. കഥകളിയിൽ ഉപയോഗിക്കാത്ത അഭിനയ രീതി വാചികം. സംഗീതവുമായി ബന്ധപ്പെട്ട വേദം? സാമവേദം. സംഗീതവുമായി ബന്ധപ്പെട്ട വേദം സാമവേദം. പഞ്ചമവേദം എന്നറിയപ്പെടുന്ന ഇതിഹാസം? മഹാഭാരതം. പഞ്ചമവേദം എന്നറിയപ്പെടുന്ന ഇതിഹാസം മഹാഭാരതം. ശാർങ്കം എന്ന ശംഖ് ഏത് ദേവൻ്റേതാണ്? ശ്രീകൃഷ്ണൻ. ശാർങ്കം എന്ന ശംഖ് ഏത് ദേവൻ്റേതാണ്? ശ്രീകൃഷ്ണൻ. കൃഷ്ണദ്വപായനൻ എന്നുകൂടി പേരുള്ള ഋഷി? വേദവ്യാസൻ. കൃഷ്ണദ്വൈപായനൻ എന്നുകൂടി പേരുള്ള ഋഷി വേദവ്യാസൻ. ഗീതാഗോവിന്ദത്തിൻ്റെ കർത്താവ്? ജയദേവ കവി. ഗീതാഗോവിന്ദത്തിൻ്റെ കർത്താവ് ജയദേവ കവി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കെ ജയകുമാർ.
ഇത് ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മന്നത്ത് പത്മനാഭനെ എല്ലാവർക്കും അറിയാമല്ലോ. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് സവർണജാഥയൊക്കെ നടത്തിയ മന്നത്ത് പത്മനാഭനെ എല്ലാവർക്കും അറിയാം. അതുപോലെ NSSുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് മന്നത്ത് പത്മനാഭൻ. അപ്പോൾ മന്നത്ത് പത്മനാഭനെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഈ മന്നത്ത് പത്മനാഭനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ. ടി വിയിൽ ന്യൂസിലൊക്കെ ഇപ്പോൾ ഈ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ന്യൂസൊക്കെ വരുന്നത് കൊണ്ട് എപ്പോഴും തന്നെ ജയകുമാറിനെ ന്യൂസിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ജയകുമാറാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും ടി വിയിലൊക്കെ കാണുന്നതല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് രണ്ടും മറന്നു പോകരുതേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ. ഓക്കെ. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആര്? ബോർഡ് സെക്രട്ടറി. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? ബോർഡ് സെക്രട്ടറി. മുടിയേറ്റ് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ദേവത ഭദ്രകാളി. മുടിയേറ്റ് എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ട ദേവത ഭദ്രകാളി. പുരാണങ്ങൾ എത്ര എണ്ണമുണ്ട്? 18. പുരാണങ്ങൾ 18 എണ്ണമുണ്ട്. ഉഴവുചാലിൽ പിറന്നവൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാമായണ കഥാപാത്രം സീത. ഉഴവുചാലിൽ പിറന്നവൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാമായണ കഥാപാത്രം സീത. പെരുന്തച്ചൻ പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര. പെരുന്തച്ചൻ പ്രതിഷ്ഠ നടത്തിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗണപതി ക്ഷേത്രം കൊട്ടാരക്കര. ഏഴരപ്പൊന്നാന ദർശനം പ്രധാനമായി കരുതുന്ന ശിവക്ഷേത്രം ഏറ്റുമാനൂര്. ഏഴരപ്പൊന്നാന ദർശനം പ്രധാനമായി കരുതുന്ന ശിവക്ഷേത്രം ഏറ്റുമാനൂര്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നന്ദൻകോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം നന്ദൻകോട്. കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലെ പ്രസിദ്ധമായ ചുവർച്ചിത്രം ഗജേന്ദ്രമോക്ഷം. കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലെ പ്രസിദ്ധമായ ചുവർച്ചിത്രം ഗജേന്ദ്രമോക്ഷം. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിലൂടെ പ്രസിദ്ധമായ സ്ഥലം അരുവിക്കര. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതിലൂടെ പ്രസിദ്ധമായ സ്ഥലം അരുവിക്കര. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കാലടി. കാലടി ഏത് ജില്ലയിലാണ്? എറണാകുളത്ത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിൽ ഏത് പുണ്യദിനമാണ് ആഘോഷിക്കുന്നത്? ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിയിൽ ഏത് പുണ്യദിനമാണ് ആഘോഷിക്കുന്നത്? ശിവരാത്രി. തത്വമസി എന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് നീയാകുന്നു. തത്വമസി എന്ന വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് നീയാകുന്നു. ശിവൻ അർജുനന് സമ്മാനിച്ച അസ്ത്രം പാശുപതാസ്ത്രം. ശിവൻ അർജുനന് സമ്മാനിച്ച അസ്ത്രം പാശുപതാസ്ത്രം. മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ഗദയുടെ പേര് കൗമോദകി. മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ ഗദയുടെ പേര് കൗമോദകി. ഉപദേവന്മാരുടെയും ഉപദേവതകളുടെയും പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുട. ഉപദേവന്മാരുടെയും ഉപദേവതകളുടെയും പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിൽ. സൗന്ദര്യലഹരിയുടെ കർത്താവ് ശങ്കരാചാര്യർ. സൗന്ദര്യലഹരിയുടെ കർത്താവ് ശങ്കരാചാര്യർ. അഷ്ടദിക്പാലകരിൽ വരുണനുമായി ബന്ധപ്പെട്ട ദിക്ക് പടിഞ്ഞാറ്. അഷ്ടദിക്പാലകരിൽ വരുണനുമായി ബന്ധപ്പെട്ട ദിക്ക് പടിഞ്ഞാറ്. ഉത്സവ ബലി പോലുള്ള പ്രധാന ചടങ്ങുകളിൽ പാണി കൊട്ടുന്നതിനായി രൂപപ്പെടുത്തിയിട്ടുള്ള വിശേഷവാദ്യം മരം. ഉത്സവ ബലി പോലുള്ള പ്രധാന ചടങ്ങുകളിൽ പാണി കൊട്ടുന്നതിനായി രൂപപ്പെടുത്തിയിട്ടുള്ള വിശേഷവാദ്യം മരം. തിങ്കളാഴ്ചയിലെ രാഹുകാലം ഏതു സമയത്താണ്? രാവിലെ 7:30 മുതൽ 9 വരെ. തിങ്കളാഴ്ചയിലെ രാഹുകാലം ഏത് സമയത്താണ്? രാവിലെ 7:30 മുതൽ 9 വരെ. പൂമൂടൽ എന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്ന പ്രസിദ്ധ ഭഗവതി ക്ഷേത്രം
കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. പൂമൂടൽ എന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്ന പ്രസിദ്ധ ഭഗവതി ക്ഷേത്രം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. പൂജാതി കാര്യങ്ങളിൽ ശാന്തിക്കാർ ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേര് ദർഭപ്പുല്ല്. പൂജാതി കാര്യങ്ങളിൽ ശാന്തിക്കാർ ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ പേരാണ് ദർഭപ്പുല്ല്. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉടമ്പടികളിൽ പ്രാചീനമായിട്ടുള്ളത് ഒന്ന് മൂഴിക്കുളം കച്ചം. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉടമ്പടികളിൽ പ്രാചീനമായിട്ടുള്ള ഒന്ന് മൂഴിക്കുളം കച്ചം. ദക്ഷയാഗം നടന്ന ഭൂമി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂര്. ദക്ഷയാഗം നടന്ന ഭൂമി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂര്. പ്രസിദ്ധമായ നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. പ്രസിദ്ധമായ നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട രാജവംശം ഏത്? പന്തളം രാജവംശം. ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട രാജവംശം ഏതാണ്? പന്തളം രാജവംശം. സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തൽ വഴിപാട് സമർപ്പിക്കുന്ന ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. സന്താനലബ്ധിക്കായി ഉരുളി കമഴ്ത്തൽ വഴിപാട് സമർപ്പിക്കുന്ന ക്ഷേത്രം മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉണ്ണിയപ്പം വാർന്ന് നിവേദിക്കുന്ന ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉണ്ണിയപ്പം വാർന്ന് നിവേദിക്കുന്ന ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം. തിളച്ച നെയ്യിൽ കൈമുക്കി സത്യം തെളിയിച്ചിരുന്ന ദക്ഷിണ തിരുവിതാംകൂറിലെ, ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗം ആയിട്ടുള്ള ക്ഷേത്രം ശുചീന്ദ്രം. തിളച്ച നെയ്യിൽ കൈമുക്കി സത്യം തെളിയിച്ചിരുന്ന ദക്ഷിണ തിരുവിതാംകൂറിലെ ക്ഷേത്രം ഏതാണ്? ശുചീന്ദ്രം. ഭാരതീയ ദർശനങ്ങളുടെ നെടുന്തൂണായ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചത് ശങ്കരാചാര്യർ. ഭാരതീയ ദർശനങ്ങളുടെ നെടുന്തൂണായ ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം രചിച്ചത് ശങ്കരാചാര്യർ. ആരുടെ ഭരണകാലത്താണ് സർക്കാർ ദേവസ്വം ഭരണം ഏറ്റെടുത്തത്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ. ആരുടെ ഭരണകാലത്താണ് സർക്കാർ ദേവസ്വം ഭരണം ഏറ്റെടുത്തത്? റാണി ഗൗരി ലക്ഷ്മിബായിയുടെ. മണ്ഡലപൂജാ വേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കി സമർപ്പിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവ് ചിത്തിര തിരുനാൾ. മണ്ഡലപൂജാ വേളയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്കി സമർപ്പിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവ് ചിത്തിര തിരുനാള്. ശങ്കരാചാര്യർ സ്ഥാപിച്ച ജ്യോതിർമഠങ്ങളിൽ കേരളത്തിലുള്ള മഠമേത്? കാലടി. ശങ്കരാചാര്യർ സ്ഥാപിച്ച ജ്യോതിർമഠങ്ങളിൽ കേരളത്തിലുള്ള മഠമേതാണ്? കാലടിയിൽ. വേദാധികാര നിരൂപണം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികള്. വേദാധികാര നിരൂപണം രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികള്. തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് ഉഷ, പായസ നിവേദ്യമാണ്. തിരുവാർപ്പ് ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട്, അതിന് പറയുന്ന പേരാണ് ഉഷ. അതായത് അവിടുത്തെ ഒരു പായസ നിവേദ്യമാണ്. ശബരിമല ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ട. ശബരിമല ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? പത്തനംതിട്ട. ക്ഷേത്രങ്ങളിലെ പൂജാവേളയിൽ ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം പഞ്ചഭൂതങ്ങളിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂമി. ക്ഷേത്രങ്ങളിലെ പൂജാവേളയിൽ ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം പഞ്ചഭൂതങ്ങളിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂമി. താണ്ഡവ നൃത്തം ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ്? ശിവൻ. ശിവതാണ്ഡവം എന്നൊക്കെ കേട്ടിട്ടില്ലേ? താണ്ഡവ നൃത്തം ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ്? ശിവന്. രുതിര മഹാകാളിക്കാവിൻ്റെ ചുരുക്കപ്പേര് ഉത്രാളിക്കാവ്. രുതിര മഹാകാളിക്കാവിൻ്റെ ചുരുക്കപ്പേര് ഉത്രാളിക്കാവ്. ക്രമദീപികയും ആട്ടപ്രകാരവും ഏത് കലയുടെ ലക്ഷണ ഗ്രന്ഥങ്ങളാണ്? കൂടിയാട്ടം. ക്രമദീപികയും ആട്ടപ്രകാരവും ഏത് കലയുടെ ലക്ഷണ ഗ്രന്ഥങ്ങളാണ്? കൂടിയാട്ടത്തിൻ്റെ. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയ്ക്ക. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യം ഇടയ്ക്ക. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്? കൊച്ചി ദേവസ്വം ബോർഡ്. തിരുവിതാംകൂറല്ല, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്? കൊച്ചി ദേവസ്വം ബോർഡ്. മകരവിളക്ക് ദിവസം മകരജ്യോതിസ് തെളിയുന്നത് എവിടെയാണ്? പൊന്നമ്പലമേട്. മകരവിളക്ക് ദിവസം മകരജ്യോതിസ് തെളിയുന്നത് എവിടെയാണ്? പൊന്നമ്പലമേട്. അത് ഈ ന്യൂസിലൊക്കെ
കാണിക്കുന്നതാണല്ലോ. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു, മകരജ്യോതിസ് തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ടി വിയിൽ മകരവിളക്കിൻ്റെ അന്ന് കാണിക്കുന്നതാണല്ലോ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിസ് കണ്ടു എന്ന് പറഞ്ഞിട്ടിങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ മകരജ്യോതി കാണാൻ പറ്റുമല്ലേ. 3 പ്രാവശ്യമല്ലേ അങ്ങനെ വരുന്നത്. ആ ഒരു ബ്ലിങ്കിങ് അല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്, എനിക്കറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. 3 പ്രാവശ്യം ഇങ്ങനെ തെളിയുള്ളൂ മകരജ്യോതിസ്. അപ്പോൾ പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതിസ് തെളിയുന്നത് കേട്ടോ. പൊന്നമ്പലമേട്. ക്ഷേത്രഗോപുരത്തിന് ദേവന്റെ ഏത് അവയവുമായിട്ടാണ് ബന്ധം? പാദം. ക്ഷേത്രഗോപുരത്തിന് ദേവന്റെ ഏത് അവയവുമായാണ് ബന്ധം? പാദം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരണ സൗകര്യത്തിനായി തിരിച്ചിരിക്കുന്നത് എങ്ങനെ? 4 ഡിസ്ട്രിക്റ്റുകൾ, 20 ഗ്രൂപ്പുകൾ, ശബരിമല ദേവസ്വം ഒരു പ്രത്യേക ഗ്രൂപ്പ്. അങ്ങനെയാണേ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഭരണ സൗകര്യത്തിനായി തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 4 ഡിസ്ട്രിക്റ്റുകൾ, 4 ഡിസ്ട്രിക്റ്റുകൾ, 20 ഗ്രൂപ്പുകൾ, ശബരിമല ദേവസ്വം ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട്. 4 ഡിസ്ട്രിക്റ്റുകൾ, 20 ഗ്രൂപ്പുകൾ, ശബരിമല ദേവസ്വം ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ട്. ദേവസ്വം ബോർഡിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ വിന്യാസം. ദേവസ്വം ബോർഡ്, ദേവസ്വം കമ്മീഷണർ, ഡിസ്ട്രിക്റ്റുകൾ, ഡെപ്യൂട്ടി കമ്മീഷണർ, ഗ്രൂപ്പുകൾ, അസിസ്റ്റന്റ് കമ്മീഷണർ, സബ് ഗ്രൂപ്പുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സബ് ഗ്രൂപ്പ് ഓഫീസർ. ദേവസ്വം ബോർഡിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെ വിന്യാസം എങ്ങനെയാണ്? ദേവസ്വം ബോർഡ്, ദേവസ്വം കമ്മീഷണർ, ഡിസ്ട്രിക്റ്റുകൾ, ഡെപ്യൂട്ടി കമ്മീഷണർ, ഗ്രൂപ്പുകൾ, അസിസ്റ്റന്റ് കമ്മീഷണർ, സബ് ഗ്രൂപ്പുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സബ് ഗ്രൂപ്പ് ഓഫീസർ. ഉത്രാളിക്കാവ് എവിടെയാണ്? വടക്കാഞ്ചേരി, തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലാണ്. ഉത്രാളിക്കാവിലെ മുല്ലയ്ക്കൽ ആല് കേട്ടോ. ഉത്രാളിക്കാവിലെ മുല്ലയ്ക്കൽ ആലാണ്. ഇത് വടക്കാഞ്ചേരി, തൃശ്ശൂരാണ് കേട്ടോ. ഉത്രാളിക്കാവിലെ മുല്ലയ്ക്കൽ ആല്, ഇത് വടക്കാഞ്ചേരി, തൃശ്ശൂരാണ്. ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം സ്വാമി വിവേകാനന്ദന് വിശദമാക്കി കൊടുത്തത് ആര്? ചട്ടമ്പി സ്വാമികൾ. ചിന്മുദ്രയുടെ യഥാർത്ഥ തത്വം സ്വാമി വിവേകാനന്ദന് വിശദമാക്കി കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. അയ്യപ്പനെ ബാലഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം കുളത്തൂപ്പുഴ. അയ്യപ്പനെ ബാലഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രം കുളത്തൂപ്പുഴ. കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ. ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1906. ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1906. ദേവസ്വം ഭരണം റവന്യൂ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പാക്കിയത് ആര്? ശ്രീമൂലം തിരുനാൾ 1922 ഏപ്രിൽ 12. ദേവസ്വം ഭരണം റവന്യൂ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊരു വകുപ്പാക്കിയത് ആരാണ്? ശ്രീമൂലം തിരുനാൾ 1922 ഏപ്രിൽ 12. ദേവസ്വം ഭരണം ഏറ്റെടുക്കുന്ന വേളയിൽ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? കേണൽ മൺട്രോ. ദേവസ്വം ഭരണം ഏറ്റെടുക്കുന്ന വേളയിൽ റാണി ലക്ഷ്മിബായിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? കേണൽ മൺട്രോ. ക്ഷേത്രങ്ങളുടെ വരുമാനം അടിസ്ഥാനമാക്കി ക്ഷേത്രങ്ങൾക്ക് നൽകിയ പദവികൾ മേജർ, മൈനർ, പെറ്റി ദേവസ്വങ്ങൾ. ക്ഷേത്രങ്ങളുടെ വരുമാന അടിസ്ഥാനമാക്കി ക്ഷേത്രങ്ങൾക്ക് നൽകിയ പദവികൾ മേജർ, മൈനർ, പെറ്റി ദേവസ്വങ്ങൾ. ക്ഷേത്രങ്ങളുടെ വരുമാനം അടിസ്ഥാനമാക്കി ക്ഷേത്രങ്ങൾക്ക് നൽകിയ പദവികളാണ് മേജർ, മൈനർ, പെറ്റി ദേവസ്വങ്ങൾ. മാനേജിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന ക്ഷേത്രങ്ങൾ ഗുരുവായൂർ, കൂടൽമാണിക്യം. മാനേജിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭരണം നടക്കുന്ന ക്ഷേത്രങ്ങളാണ് ഗുരുവായൂർ, കൂടൽമാണിക്യം. ദേവസ്വം ബോർഡിന്റെ ഭരണ ചുമതല ആർക്ക്? ഒരു പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങിയ ഭരണസമിതി. ദേവസ്വം ബോർഡിന്റെ ഭരണ ചുമതല ആർക്കാണ്? ഒരു പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങിയ ഭരണസമിതിയാണ്. ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും കാലാവധി 2 വർഷം കേട്ടോ.
ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 2 വർഷമാണ്. സാധാരണ എല്ലാം 5 വർഷമൊക്കെ അല്ലേ, അപ്പോൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണം. ദേവസ്വം ബോർഡിലെ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 2 വർഷമേ ഉള്ളൂ കേട്ടോ. കൊടിലിംഗപുരം ഇന്നറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കൊടുങ്ങല്ലൂർ. കൊടിലിംഗപുരം ഇന്നറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കൊടുങ്ങല്ലൂർ. ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച സ്ഥലം എന്നറിയപ്പെടുന്നത് ഏതു പേരിൽ? ഗുരുവായൂർ. ഗുരുവും വായുവും ചേർന്ന് വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ച സ്ഥലം എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ. കൊല്ലം പൂരം ആഘോഷിക്കുന്നതിൽ പ്രധാന പങ്കുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രം? ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൊല്ലം പൂരം ആഘോഷിക്കുന്നതിൽ പ്രധാന പങ്കുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രം ഏതാണ്? ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തൃപ്പൂത്താറാട്ട് എന്ന സവിശേഷ ചടങ്ങ് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അനുഷ്ഠിക്കുന്നത്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. തൃപ്പൂത്താറാട്ട് എന്ന സവിശേഷ ചടങ്ങ് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അനുഷ്ഠിക്കുന്നത്? ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. നാരായണീയം രചിച്ചതാര്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണീയം രചിച്ചതാരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ഉത്രട്ടാതി വള്ളംകളി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നടത്താറുള്ളത്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഉത്രട്ടാതി വള്ളംകളി ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് നടത്താറുള്ളത്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. വിവിധ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെയും മറ്റും നിയമിക്കുന്നതിന് രൂപവൽക്കരിച്ചിരിക്കുന്ന സമിതി? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. KDRB കേട്ടോ. KDRB, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. വിവിധ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരെയും മറ്റും നിയമിക്കുന്നതിന് രൂപവൽക്കരിച്ച സമിതി ഏതാണ്? കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സൈറ്റ് ഉണ്ടല്ലോ, അത് തന്നെ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, KDRB. വിവിധ ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെയും മറ്റും നിയമിക്കുന്നതിന് രൂപവൽക്കരിച്ചിരിക്കുന്ന സമിതി കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്, അതായത് KDRB. നമ്മൾ എക്സാം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് കേട്ടോ. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളിൽ പെടുന്നവ? തിമില, മദ്ദളം, ഇലത്താളം, കൊമ്പ്, ഇടയ്ക്ക. പഞ്ചവാദ്യത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാണ്? തിമില, മദ്ദളം, ഇലത്താളം, കൊമ്പ്, ഇടയ്ക്ക. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവ്? തുഞ്ചത്തെഴുത്തച്ഛൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛൻ. ഷഷ്ടി ദിവസം പ്രധാനമായി ആചരിക്കുന്നത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടതാണ്? സുബ്രഹ്മണ്യൻ. ഷഷ്ടി ദിവസം പ്രധാനമായി ആചരിക്കുന്നത് ഏത് ദേവനുമായി ബന്ധപ്പെട്ടാണ്? സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട്. മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം കൽക്കിയാണ്. മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം കൽക്കി. ഷഷ്ടി ദിവസം പ്രധാനമായി ആചരിക്കുന്നത് സുബ്രഹ്മണ്യനുമായിട്ടാണ്. ഷഷ്ടി വ്രതമൊക്കെ നിങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ അല്ലേ? ചിലരൊക്കെ ആരെങ്കിലുമൊക്കെ ഷഷ്ടി വ്രതമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഷഷ്ടി വ്രതം എന്തിനു വേണ്ടിയിട്ടാണ്? സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഷഷ്ടി ദിവസം പ്രധാനമായി ആചരിക്കുന്നത് ഏതു ദേവനുമായി ബന്ധപ്പെട്ടാണ്? സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവസാനത്തെ അവതാരം കൽക്കി, അതായത് ഖഡ്ഗി. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവ് തുഞ്ചത്തെഴുത്തച്ഛൻ. അതായത് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ സാധാരണ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൻ്റെയും ഒക്കെ ഒരു പുസ്തകം കാണുമല്ലോ, ഒരു ചെറിയ പുസ്തകം. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രാർത്ഥിക്കുമല്ലോ. അതിൻ്റെ ഒരു പുസ്തകം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് അങ്ങ് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളേ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവ് ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആ ഒരു നാമം ജപിക്കുന്ന പുസ്തകം കാണുമല്ലോ അല്ലേ? ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മിക്കവാറും ഉള്ള ഹിന്ദുസിൻ്റെ ഒക്കെ വീട്ടിൽ സാധാരണ കാണാറുണ്ട്. എല്ലാവരുടെയും വീട്ടിലുണ്ടോയെന്ന് അറിയില്ല, എന്നാലും മിക്കവരുടെയും വീട്ടിൽ ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവാരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന്. ഓക്കെ.
പഞ്ചലോഹങ്ങൾ ഏതെല്ലാമാണ്? സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം. പഞ്ചലോഹങ്ങൾ ഏതെല്ലാമാണ്? സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം. ജന്മനക്ഷത്രം പറയുമ്പോൾ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി. ജന്മനക്ഷത്രം പറയുമ്പോൾ ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി. മഹാവിഷ്ണു ശ്രീരാമ അവതാരം കൈക്കൊണ്ടത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗം. മഹാവിഷ്ണു ശ്രീരാമ അവതാരം കൈക്കൊണ്ടത് ഏത് യുഗത്തിലാണ്? ത്രേതായുഗം. ആയുർവേദ വിധിപ്രകാരം ത്രിദോഷങ്ങളായി കരുതപ്പെടുന്നത് വാതം, പിത്തം, കഫം. ആയുർവേദ വിധിപ്രകാരം ത്രിദോഷങ്ങളായി കരുതപ്പെടുന്നത് വാതം, പിത്തം, കഫം. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൃഷ്ണനാട്ടത്തിലെ 8 കഥകൾ അഭിഷ്ടസിദ്ധിക്കായിട്ട് വഴിപാട് നടത്തുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ഗുരുവായൂർ. കൃഷ്ണനാട്ടത്തിലെ 8 കഥകൾ അഭീഷ്ട സിദ്ധിക്കായി വഴിപാട് നടത്തുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? ഗുരുവായൂര്. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ഏത് ദേവനുമായി ബന്ധപ്പെട്ടാണ് മോദകം പ്രധാന വഴിപാടായി നടത്തുന്നത്? പമ്പ ഗണപതി. ഏത് ദേവനുമായി ബന്ധപ്പെട്ടാണ് മോദകം പ്രധാന വഴിപാടായി നടത്തുന്നത്? പമ്പ ഗണപതി. കഥകളിയിലും മറ്റും ശ്രീകൃഷ്ണൻ ധരിക്കുന്ന ശിരോ അലങ്കാരത്തിന് പറയുന്ന പേര്? പീലിത്തിരുമുടി. കഥകളിയിലും മറ്റും ശ്രീകൃഷ്ണൻ ധരിക്കുന്ന ശിരോ അലങ്കാരത്തിന് പറയുന്ന പേര് പീലിത്തിരുമുടി. പീലിത്തിരുമുടി ചൂടിയ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പം കഥകളിയിലും മറ്റും ശ്രീകൃഷ്ണൻ ധരിക്കുന്ന ശിരോ അലങ്കാരത്തിന് പറയുന്ന പേര് പീലിത്തിരുമുടി. പീലിത്തിരുമുടി ചാർത്തിയ എന്നൊക്കെ പറഞ്ഞ് എന്തോ പാട്ടുണ്ട്, ഞാൻ മറന്നുപോയി കേട്ടോ, എല്ലാം മറന്നുപോയി. അപ്പം അത് വെച്ചൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. കഥകളിയിലും മറ്റും ശ്രീകൃഷ്ണൻ ധരിക്കുന്ന ശിരോ അലങ്കാരത്തിന് പറയുന്ന പേര് പീലിത്തിരുമുടി. എന്തോ പീലിത്തിരുമുടി ചാർത്തിവ എന്തോ ഓമനക്കണ്ണ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്, ഞാൻ മറന്നുപോയതേ. ഓക്കെ. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം? ശിവഗിരി മഠം, വർക്കല, തിരുവനന്തപുരം. ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം ശിവഗിരി മഠം, വർക്കല, തിരുവനന്തപുരം. നാവികൻ നീ ഭവാദിക്കോ രാവിവൻ തോണി നിൻപദം ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ദൈവദശകം, ശ്രീനാരായണ ഗുരു. നാവികൻ നീ ഭവാദിക്കോ രാവിവൻ തോണി നിൻപദം ഏത് കൃതിയിലേതാണ് ഈ വരികൾ? ദൈവദശകം, ശ്രീനാരായണ ഗുരു. ജ്ഞാനപ്പാന, സന്താന ഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം എന്നീ കൃതികളുടെ കർത്താവ്? പൂന്താനം നമ്പൂതിരി. ജ്ഞാനപ്പാന, സന്താന ഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം എന്നീ കൃതികളുടെ കർത്താവ് ആരാണ്? പൂന്താനം നമ്പൂതിരി. നചികേതസ് ഏത് ഉപനിഷത്തിലെ കഥാപാത്രമാണ്? കഠോപനിഷത്ത്. നചികേതസ് ഏത് ഉപനിഷത്തിലെ കഥാപാത്രമാണ്? കഠോപനിഷത്ത്. തിങ്കളാഴ്ച വ്രതം ഏത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അനുഷ്ഠിക്കുന്നത്? ശിവക്ഷേത്രം. തിങ്കളാഴ്ച വ്രതം ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അനുഷ്ഠിക്കുന്നത്? ശിവക്ഷേത്രം. തിങ്കളാഴ്ച വ്രതമൊക്കെ എല്ലാവരും എടുക്കുന്നതായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും തിങ്കളാഴ്ച വ്രതം ഏത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അനുഷ്ഠിക്കുന്നത്? ശിവക്ഷേത്രം.
ഇപ്പോൾ വീടിൻ്റെ അടുത്ത് ശിവക്ഷേത്രം ഉള്ളവരൊക്കെ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ തിങ്കളാഴ്ച വ്രതം ഏത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് അനുഷ്ഠിക്കുന്നത്? ശിവക്ഷേത്രം. ഏകാദശി വ്രതമായി ബന്ധപ്പെട്ട് ദുർവാസാവിൻ്റെ അപ്രീതിക്കു പാത്രമായ രാജാവ് അംബരീഷൻ. ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് ദുർവാസാവിൻ്റെ അപ്രീതിക്ക് പാത്രമായ രാജാവ് അംബരീഷൻ. ക്ഷേത്രം എന്ന പദത്തിനർത്ഥം ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്. ക്ഷേത്രം എന്ന പദത്തിനർത്ഥം എന്താണ്? ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു ദേവസ്വം. ദേവസ്വം എന്താണ്? ദേവന്റെ സ്വത്ത്. ദേവസ്വം ദേവന്റെ സ്വത്ത്. അതുപോലെ ക്ഷേത്രം എന്ന പദത്തിനർത്ഥം ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത്. കേരളത്തിലെ ഹിന്ദു ദേവാലയങ്ങൾക്കും അവയുടെ ഭരണക്രമത്തിനും പൊതുവായി നൽകിയ പേര് ദേവസ്വം. കേരളത്തിലെ ഹിന്ദു ദേവാലയങ്ങൾക്കും അവയുടെ ഭരണക്രമത്തിനും പൊതുവായി നൽകിയിരിക്കുന്ന പേരെന്താണ്? ദേവസ്വം. പി ഡി ദേവസ്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പേഴ്സണൽ ഡെപ്പോസിറ്റ് ഉള്ള ക്ഷേത്രം. പി ഡി ദേവസ്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പേഴ്സണൽ ഡെപ്പോസിറ്റ് ഉള്ള ക്ഷേത്രം. ചന്ദ്രഗ്രഹണവുമായും സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് അവയെ വിഴുങ്ങുന്നു എന്ന് പറയുന്ന സർപ്പം രാഹു. ചന്ദ്രഗ്രഹണവുമായും സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട് അവയെ വിഴുങ്ങുന്നു എന്ന് പറയുന്ന സർപ്പം രാഹു. ശിവൻ രാവണന് നൽകിയതായി പറയപ്പെടുന്ന വാള് ചന്ദ്രഹാസം. ശിവൻ രാവണന് നൽകിയതായി പറയപ്പെടുന്ന വാള് ചന്ദ്രഹാസം. അർജുനന്റെ കയ്യിലെ ശംഖിന്റെ പേര് ദേവദത്തം. അർജുനന്റെ കയ്യിലെ ശംഖിന്റെ പേര് ദേവദത്തം. ഗവൺമെന്റ് ചുമതലയിലായിരുന്ന ക്ഷേത്രങ്ങൾ വീണ്ടും രാജഭരണത്തിന് കീഴിലായ വർഷം 1948. ഗവൺമെന്റ് ചുമതലയിലായിരുന്ന ക്ഷേത്രങ്ങൾ വീണ്ടും രാജഭരണത്തിന് കീഴിലായ വർഷം 1948. ഹിന്ദുമത സ്ഥാപന നിയമം പാസാക്കിയ വർഷം 1950. ഹിന്ദുമത സ്ഥാപന നിയമം പാസാക്കിയ വർഷം 1950. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി 2 വർഷം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ കാലാവധി 2 വർഷം. സുബ്രഹ്മണ്യന്റെ ഭാര്യയുടെ പേര് വള്ളിയമ്മ. സുബ്രഹ്മണ്യന്റെ ഭാര്യയുടെ പേര് വള്ളിയമ്മ. ത്രിമൂർത്തികളിൽ സൃഷ്ടി നടത്തുന്നതിനുള്ള അവകാശം ഏത് ദേവനാണ്? ബ്രഹ്മാവ്. ത്രിമൂർത്തികളിൽ സൃഷ്ടി നടത്തുന്നതിനുള്ള അവകാശം ബ്രഹ്മാവിന്. സംസ്കൃത ഭാഷയുടെ ഏറ്റവും പ്രാചീനവും ആധികാരികവുമായ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി പാണിനീയം. സംസ്കൃത ഭാഷയുടെ ഏറ്റവും പ്രാചീനവും ആധികാരികവുമായ വ്യാകരണ ഗ്രന്ഥം അഷ്ടാധ്യായി പാണിനീയം. ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഈശവാസ്യം. ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഈശവാസ്യം. ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യകം. ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യകം. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. വലുതെന്ന് കേൾക്കുമ്പോഴറിയാം ബൃഹദ്ദാണ്. ബൃഹദ് എന്ന് വെച്ചാൽ തന്നെ എന്താ? വലുതെന്നല്ലേ അർത്ഥം. അപ്പോൾ ഏറ്റവും വലിയ ഉപനിഷത്ത് ബൃഹദാരണ്യകം. ഏറ്റവും ചെറിയ ഉപനിഷത്ത് ഈശവാസ്യം. വടക്കുംനാഥ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്? കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ. വടക്കുംനാഥ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ്? കൊച്ചി ദേവസ്വം ബോർഡ്. കൊച്ചി ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ച വർഷം 1949 ജൂലൈയിൽ. കൊച്ചി ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ച വർഷം 1949 ജൂലൈയിൽ. മലബാർ ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ച വർഷം 2008. മലബാർ ദേവസ്വം ബോർഡ് രൂപവൽക്കരിച്ച വർഷം 2008. 2014 ഓർഡിനൻസ് രൂപവൽക്കരിച്ച കേരള ദേവസ്വം ബോർഡ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമന സാധുതയുള്ളതായി മാറിയ വർഷം 2015. 2014 ഓർഡിനൻസായി രൂപവൽക്കരിച്ച കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമസാധുതയുള്ളതായി മാറിയ വർഷം 2015. ഋഗ്വേദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത മഹാകവി വള്ളത്തോള്. ഋഗ്വേദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി ആരാണ്? വള്ളത്തോള്. ഹരിനാമ കീർത്തനം ആരുടെ രചനയായിട്ടാണ് കരുതപ്പെടുന്നത്? എഴുത്തച്ഛൻ. ഹരിനാമ കീർത്തനം ആരുടെ രചനയായിട്ടാണ് കരുതപ്പെടുന്നത്? എഴുത്തച്ഛൻ്റെ. ഹരിനാമ കീർത്തനവും രാമായണവും ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എഴുത്തച്ഛനെന്ന് അല്ലേ? ഹരിനാമ കീർത്തനവും രാമായണവും എല്ലാം നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ഹിന്ദുക്കളുടെയൊക്കെ വീട്ടിൽ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ കാണും. ഹരിനാമ കീർത്തനം എന്ന് പറഞ്ഞാൽ ചെറിയ ബുക്ക്. രാമായണം എല്ലാവർക്കും അറിയാമല്ലോ, രാമായണം.
അപ്പോൾ അതിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ അധ്യാത്മരാമായണം ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചായിരുന്നല്ലോ, എന്താണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് എന്നിവയുടെ കർത്താവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. രാമായണം എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഹരിനാമകീർത്തനം ആരുടെ രചനയാണ്? എഴുത്തച്ഛൻ്റെ. ഹരിനാമകീർത്തനാണ് ആ ചെറിയ ബുക്കെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതാ ഹരിനാമകീർത്തനം, ആ ചെറിയ ബുക്ക്. അതും പിന്നെ നമ്മുടെ രാമായണം എല്ലാവർക്കും അറിയാമല്ലോ. രാമായണം ഇതൊക്കെ എഴുതിയിരിക്കുന്ന ആ ബുക്കിൻ്റെ പുറമെ എഴുതി വെച്ചിട്ടുണ്ട് എഴുത്തച്ഛനെന്ന്. ഓക്കെ, അപ്പോൾ ഹരിനാമകീർത്തനം ആരുടെ രചനയാണ്? എഴുത്തച്ഛൻ. അതുപോലെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് ഇതൊക്കെ രചിച്ചിരിക്കുന്നത് എഴുത്തച്ഛനാണ്. ഓക്കെ, ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രയിലെ സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? മുണ്ടക ഉപനിഷത്ത്. ഇന്ത്യയുടെ ഔദ്യോഗിക മുദ്രയിലെ സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്? മുണ്ടക ഉപനിഷത്ത്. തമസോമ ജ്യോതിർഗമയ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നെടുത്തതാണ്? ബൃഹദാരണ്യകോപനിഷത്ത്. തമസോമ ജ്യോതിർഗമയ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നെടുത്തതാണ്? ബൃഹദാരണ്യ ഉപനിഷത്ത്. ഏറ്റവും പ്രാചീനമായ ദർശനമായ സാഖ്യ ദർശനത്തിൻ്റെ അവതാരകൻ കപിലൻ. ഏറ്റവും പ്രാചീനമായ ദർശനമായ സാഖ്യ ദർശനത്തിൻ്റെ അവതാരകൻ കപിലൻ. പ്രശസ്ത അനുഷ്ഠാന കലയായ മുടിയേറ്റ് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭദ്രകാളി. പ്രശസ്ത അനുഷ്ഠാന കലയായ മുടിയേറ്റ് ഏത് ദേവതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭദ്രകാളി. വീടിൻ്റെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രമൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും. മുടിയേറ്റ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാന കലയാണ്. ഉത്സവങ്ങൾക്കൊക്കെ മുടിയേറ്റ് നടത്താറുണ്ടല്ലോ. ദേവീക്ഷേത്രങ്ങളൊക്കെ അടുത്തൊക്കെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും അല്ലേ. മുടിയേറ്റ് ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടതാണ്. വിവേക ചൂടാമണി എന്ന വേദാന്ത കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യര്. വിവേക ചൂടാമണി എന്ന വേദാന്ത കൃതിയുടെ കർത്താവ് ശങ്കരാചാര്യര്. പ്രശസ്ത സ്തോത്രകലാകാവ്യമായ ദേവി മഹാത്മ്യം ഏത് പുരാണത്തിൻ്റെ ഭാഗമാണ്? മാർക്കണ്ഡേയ പുരാണം. പ്രശസ്ത സ്തോത്രകാവ്യമായ ദേവി മഹാത്മ്യം ഏത് പുരാണത്തിൻ്റെ ഭാഗമാണ്? മാർക്കണ്ഡേയ പുരാണം. ശ്രീകൃഷ്ണൻ ഏത് യുഗവുമായി ബന്ധപ്പെട്ട അവതാരമാണ്? ദ്വാപരയുഗം. ശ്രീകൃഷ്ണൻ ഏത് യുഗവുമായി ബന്ധപ്പെട്ട അവതാരമാണ്? ദ്വാപരയുഗം. ശ്രീകൃഷ്ണൻ്റെയൊക്കെ സീരിയലുകളുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ്റെയൊക്കെ സീരിയലുകൾ ഉള്ളപ്പോൾ അവിടെ ഇങ്ങനെ ദ്വാപരയുഗത്തിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ കേൾക്കുന്നതല്ലേ. സീരിയലുകൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജസ്റ്റ് ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലർക്ക് സീരിയൽ കാണാൻ ഇഷ്ടമില്ലല്ലോ. പക്ഷേ സീരിയൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അവിടെ എപ്പോഴും പറയുന്നുണ്ട് അവർ ദ്വാപരയുഗത്തിലാണെന്ന്. ഓക്കെ, ശ്രീകൃഷ്ണൻ ഏത് യുഗവുമായി ബന്ധപ്പെട്ട അവതാരമാണ്? ദ്വാപരയുഗം. യോഗശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലി. യോഗശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്, അതായത് ദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് പതഞ്ജലി. അഷ്ടദശ പുരാണങ്ങളുടെ കർത്താവ് വേദവ്യാസൻ. അഷ്ടദശ പുരാണങ്ങളുടെ കർത്താവ് വേദവ്യാസൻ. അനാമിക എന്ന പേര് ഏത് വിരലിനെ സൂചിപ്പിക്കുന്നു? മോതിര വിരൽ. അനാമിക എന്ന പേര് ഏത് വിരലിനെ സൂചിപ്പിക്കുന്നു? മോതിര വിരൽ. ജപാകുസുമ സംകാശം കാശ്യപേയം മഹാദുതി തമോരിം സർവപാപനം എന്ന പ്രണസ്തോസ്തിദിവാകരം. ഈ സ്തുതി ആരെക്കുറിച്ചുള്ളതാണ്? സൂര്യൻ. ജപാകുസുമ സംകാശം കാശ്യപേയം മഹാദ്യുതി തമോരിം സർവപാപഘ്നം പ്രണസ്തോസ്തി ദിവാകരം. ഈ സ്തുതി ആരെക്കുറിച്ചുള്ളതാണ്? സൂര്യൻ. മൃത്യുഞ്ജയ ഹോമ ദ്രവ്യങ്ങളുടെ ശരിയായ ക്രമം ഏത്? വള്ളി, മൊട്ട്, വള്ളി അമൃത്, മൊട്ട് പേരാല്, എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം. മൃത്യുഞ്ജയ ഹോമദ്രവ്യങ്ങളുടെ ശരിയായ ക്രമം: വള്ളി അമൃതിൻ്റെ വള്ളിയായിരിക്കും, പേരാല് മുട്ട് പേരാലിൻ്റെ മുട്ട ആയിരിക്കും, പിന്നെ എള്ള്, കറുക, പാല്, നെയ്യ്, പാൽപ്പായസം. ഓക്കെ. കോമരങ്ങൾ കാവ് തീണ്ടുന്ന കുരുമ്പക്കാവ് ഏതാണ്? കൊടുങ്ങല്ലൂർ ക്ഷേത്രം. കോമരങ്ങൾ കാവ് തീണ്ടുന്ന കുരുമ്പക്കാവ് ഏതാണ്? കൊടുങ്ങല്ലൂർ ക്ഷേത്രം. മകം തൊഴൽ പ്രധാനമായുള്ള ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര. മകം തൊഴൽ പ്രധാനമായുള്ള ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര. ചോറ്റാനിക്കര മകം തൊഴൽ പ്രസിദ്ധമാണല്ലോ, നമ്മൾ ടി വിയിലൊക്കെ ന്യൂസിൽ തന്നെ കേൾക്കാറുണ്ട്, ചോറ്റാനിക്കരയിൽ മകം തൊഴൽ. ഓക്കെ, ഈയിടെ ഉണ്ടായിരുന്നു തോന്നല്ലേ, ടി വിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ മകം തൊഴൽ പ്രധാനമായിട്ടുള്ള. അതെ, ചോറ്റാനിക്കര തന്നെയാണ്. ചോറ്റാനിക്കരയാണ് ഞാൻ പറയുമായിരുന്നു, ടി വിയിൽ ഈയിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞത്.
ക്ഷേത്രങ്ങളിലെ കൊടിമരം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തടി ഏത്? തേക്ക്. ക്ഷേത്രങ്ങളിലെ കൊടിമരം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന തടി ഏത്? തേക്ക്. തത്വമസി ഏത് ഉപനിഷത്തിലെ വാക്യമാണ്? ചാന്ദികോപനിഷത്ത്. തത്വമസി ഏത് ഉപനിഷത്തിലെ വാക്യമാണ്? ചാന്ദികോപനിഷത്ത്. പുരുഷാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. പുരുഷാർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ചതുരാശ്രമങ്ങൾ ഏതെല്ലാം? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ചതുരാശ്രമങ്ങൾ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ധ്വജപ്രതിഷ്ഠാ സമയത്ത് ധ്വജത്തിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ഏതിനെയാണ്? ആ ക്ഷേത്രത്തിലെ ദേവന്റെ വാഹനം. ധ്വജപ്രതിഷ്ഠാ സമയത്ത് ധ്വജത്തിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്നത് ഏതിനെയാണ്? ആ ക്ഷേത്രത്തിലെ ദേവന്റെ വാഹനം. സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ സ്വീകരിച്ചത് ഏത് വേദത്തിൽ നിന്നാണ്? സാമവേദം. സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ സ്വീകരിച്ചത് ഏത് വേദത്തിൽ നിന്നാണ്? സാമവേദം. നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നു സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വേദം സാമവേദമാണെന്ന്. അപ്പം സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വേദത്തിൽ നിന്നാണ്? സാമവേദം. രാമായണത്തിൽ എത്ര കാണ്ഡങ്ങളുണ്ട്? 6 കാണ്ഡങ്ങൾ. ബാലം, ബാല, അയോധ്യ, ആരണ്യം, കിഷ്കിന്ധ, സുന്ദരം, യുദ്ധം. രാമായണമൊക്കെ വായിക്കുന്നവർക്ക് അറിയായിരിക്കും അല്ലേ? ബാല, അയോധ്യ. ഇനി രാമായണം നമ്മൾ വീട്ടിൽ വായിച്ചില്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ വായിക്കുമല്ലോ. ബാല, അയോധ്യ, ആരണ്യം, കിഷ്കിന്ധ, സുന്ദരം, യുദ്ധം. അശ്വത്ഥം എന്ന പദത്തിനർത്ഥം ആൽമരം. അശ്വത്ഥം എന്ന പദത്തിനർത്ഥം ആൽമരം. മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനം വൈകുണ്ഠം. വൈകുണ്ഠസ്വാമി എന്നല്ലേ മഹാവിഷ്ണുവിനെ വിളിക്കുന്നത്? മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനം വൈകുണ്ഠം. സീരിയലിലൊക്കെ കാണാമല്ലോ, വൈകുണ്ഠസ്വാമി, വൈകുണ്ഠസ്വാമി, മഹാവിഷ്ണു. ത്രിമൂർത്തികളിൽ സംഹാരം നടത്തുന്ന ദേവൻ ശിവൻ. ത്രിമൂർത്തികളിൽ സംഹാരം നടത്തുന്ന ദേവൻ ശിവൻ. ത്രിമൂർത്തി എന്നൊക്കെ കേൾക്കുമ്പോൾ ശിവനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ത്രിമൂർത്തി. ശിവക്ഷേത്രമൊക്കെ അടുത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഏത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചാണ് ആനയോട്ടം നടക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ആനയോട്ടം നടക്കുന്നത്? ഗുരുവായൂർ ക്ഷേത്രം. ഇത് നമ്മളിങ്ങനെ ടി വിയിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ആനയോട്ടം. ആനയോട്ടത്തിൽ ഗുരുവായൂർ ആ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും, അല്ലാത്ത പുറത്തുള്ള ആൾക്കാർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ അടുത്തല്ലാത്തവർക്ക് ടി വിയിലും യൂട്യൂബിലെ റീൽസിലും ഒക്കെ കണ്ടിട്ടുണ്ട് ആനയോട്ടം, ഗുരുവായൂർ ക്ഷേത്രം കേട്ടോ. ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ട് എന്ന ചടങ്ങുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളിവേട്ട കഴിഞ്ഞു വന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ ദേവൻ നടത്തുന്ന കുളി. ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ട് എന്ന ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പള്ളിവേട്ട കഴിഞ്ഞു വന്നിട്ട് ആചാരാനുഷ്ഠാനങ്ങളോടെ ദേവൻ നടത്തുന്ന കുളി. ഉത്സവ പ്രബന്ധത്തിൻ്റെ കർത്താവ് സ്വാതി തിരുനാൾ. ഉത്സവ പ്രബന്ധത്തിൻ്റെ കർത്താവ് സ്വാതി തിരുനാൾ. യുനെസ്കോയുടെ അംഗീകാരം നേടിയ 2 കേരളീയ കലാരൂപങ്ങൾ മുടിയേറ്റും കൂടിയാട്ടും. യുനെസ്കോയുടെ അംഗീകാരം നേടിയ 2 കേരളീയ കലാരൂപങ്ങളാണ് മുടിയേറ്റും കൂടിയാട്ടും. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസൻ. കർണാടക സംഗീതത്തിൻ്റെ പിതാവ് പുരന്ദരദാസൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പുനർജനി നൂഴുക എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം? തിരുവില്ലാമല. പുനർജനി നൂഴുക എന്ന ചടങ്ങ് നടക്കുന്ന ക്ഷേത്രം തിരുവില്ലാമല. ഓക്കെ, ഈ ദേവസ്വം ബോർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം നമുക്ക് അടുത്തുള്ള അമ്പലങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളും മൊത്തത്തിൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് തന്നെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളതൊന്നും ഓർത്ത് എഴുതേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ രാമായണ ഹരിനാമകീർത്തനമൊക്കെ ഉണ്ട്, അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ എഴുത്തച്ഛനാണെന്ന്. അതുപോലെ നമ്മുടെയൊക്കെ അടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാണും, അതുപോലെ ദേവീ ക്ഷേത്രങ്ങളുണ്ട്, ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെല്ലാം പ്രധാനപ്പെട്ട ദൈവങ്ങളുടെയൊക്കെ ക്ഷേത്രങ്ങളൊക്കെ കാണും, നമ്മളവിടെയൊക്കെ പോകാറുണ്ട്. അവിടുത്തെയൊക്കെ കലകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇത് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഈസിയാണ് കേട്ടോ, വലിയ ടഫൊന്നും അല്ല പഠിക്കാനാണേലും എക്സാം എഴുതാനാണല്ലോ. പക്ഷേ ഇച്ചിരി കട്ട് ഓഫ് കുറച്ച് ഹൈ ആണെന്ന് തോന്നുന്നു. ഈ ദേവസ്വം ബോർഡിൻ്റെ കട്ട് ഓഫ് വരുമ്പോൾ ഇച്ചിരി കുറച്ച് ഹൈ കട്ട് ഓഫ് തന്നെയാണ്. ഒരു 80 എബോ ഒക്കെ ഉണ്ടെങ്കിലേ കിട്ടാറുള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതണം.
ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിലെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക കേട്ടോ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ എപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതെല്ലാം ഉണ്ട്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ഈ ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരള PSCയുടെ തന്നെ 10th ലെവൽ ആ ഒരു സിലബസ് അനുസരിച്ചുള്ളതാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് കേരള PSCയുടെ എക്സാമിനെ 10th ലെവലിനെ എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ഈസിയാണ്. പക്ഷേ ഇവിടെ ആകെ ഒരു പ്രശ്നം, ഇച്ചിരി കട്ട് ഓഫ് ഹൈ ആയിരിക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.